മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കോളൂ, ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ പറയുന്നു, ആൻ എഫിഷ്യൻറ്റ് അലോക്കേഷൻ ഓഫ് ക്യാപിറ്റൽ is the most important finance function in the modern times ആണ് പറയുന്നത്. നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനാൻസ് ഫംഗ്ഷനിലകത്തിൽ ഇറ്റ് ഇൻവോൾവ്സ് ഡിസിഷൻസ് ടു കമ്മിറ്റ് ദ ഫേംസ് ഫണ്ട് ടു ലോങ് ടേം അസറ്റ്സ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ലോങ് ടേം അസറ്റ്സ്. അപ്പോൾ ലോങ് ടേം അസറ്റ്സിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. ഫിക്സ്ഡ് ക്യാപിറ്റൽ, അതായത് 1 ഇയറിന് മേളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫിക്സഡ് അസറ്റ്സിൻ്റെ നമ്മളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് പർച്ചേസ് ചെയ്തേ പറ്റുള്ളൂ ബിസിനസ്സിന്. ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മോട്ടോ വാൻ, മെഷീനറീസ്. അപ്പോൾ ഇതൊക്കെ ആ ഒരു ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഡിസിഷൻസ് ആണ്. ബിക്കോസ് അത് ഇറിവേഴ്സിബിൾ ആണ്, ലോങ് ടേം ഫണ്ട് ഉള്ളതാണ്. അതൊക്കെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോങ് ടേം അസറ്റ്സ് ആണ് ഇതിനകത്തിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്തിൽ വരുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആർ ഓഫ് considerable importance to the firm since they tend to determine its value by influencing its growth, profitability and risk. കണ്ടോ, ബിസിനസ്സിൻ്റെ ഏതൊക്കെ കാര്യങ്ങളാണ് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്നു, പ്രോഫിറ്റബിലിറ്റി എഫക്റ്റ് ചെയ്യുന്നു, റിസ്കിനെയും അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് 3 കാര്യങ്ങളിലെയും ഇത് എങ്ങനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇരിക്കുന്നത്. ഇത് കോംപ്ലിമെൻ്ററി ആണ്. ഇത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എടുക്കുന്നത് ഇത് 3നെയും ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണ്. നെക്സ്റ്റ് നേച്ചർ എങ്ങനെയാണെന്നാണ് പറയുന്നത്. The investment decision of a firm are generally known as capital budgeting or capital expenditure decisions that we know already. A capital budgeting decision may be defined as firm's decision to invest in current funds most efficiently in long-term assets in anticipation of an expected flow of benefits over a series of years. നമ്മൾ വളരെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, കാഷ്വലായിട്ട് പറയുന്നു ലോങ് ടേം അസറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ഫോർമലൈസ് ചെയ്ത് നമ്മളത് പറയുമ്പോൾ കണ്ടോ, ഇൻവെസ്റ്റ് ഇൻ കറണ്ട് ഫണ്ട്സ്. ഈ കറണ്ട് ഫണ്ട്സിനെ എവിടേക്ക് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി ഇൻ ദ ലോങ് ടേം അസറ്റ്സ്. എന്തിനാ ലോങ് ടേം അസറ്റ്സിലേക്ക് ചെയ്യുന്നത്? ആൻറ്റിസിപ്പേഷൻ ഓഫ് ആൻ എക്സ്പെക്റ്റഡ് ഫ്ലോ ഓഫ് ബെനിഫിറ്റ്സ് ഓവർ എ സീരീസ് ഓഫ് ഇയേഴ്സ്. നിങ്ങളൊന്ന് നോക്കി, ബിസിനസ്സിന് ഒരു ലാൻഡ് ഉണ്ടെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ടെന്ന് വെച്ചോളൂ. ആ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി അവിടെ കൂടുക. മനസ്സിലായോ? ഒരു മെഷീനറി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ഔട്ട്ഡേറ്റഡ് മെഷീനറി ഉണ്ടായിരുന്നു. ആ ഔട്ട്ഡേറ്റഡ് മെഷീനറിയിൽ നിന്ന് മാറി വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു മെഷീനറിയിലേക്ക് മാറുമ്പോൾ അവിടെ ആ മെഷീനറി എന്തിനാണ് ആ മാനേജ്മെൻറ്റ് പർച്ചേസ് ചെയ്യുന്നത്? ആ കമ്പനിയുടെ ഏർണിംഗ് കപ്പാസിറ്റി കൂടും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്താണ് ലോങ് ടേം അസറ്റ്സ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ആൻ എക്സ്പെക്റ്റഡ് ഫ്ലോ ഓഫ് ബെനിഫിറ്റ്സ് ഓവർ എ സീരീസ് ഓഫ് ഇയേഴ്സ്. അത് ഒരുപാട് വർഷങ്ങൾ അതിൻ്റെ എന്ത് ചെയ്യും, അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആകുന്നത്. The firm's investment decision would generally include expansion. അതിൽ എന്തൊക്കെ വരാം ഈ തീരുമാനങ്ങൾ, ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എന്തൊക്കെയാവാം? അത് ജനറലി ഇൻക്ലൂഡ് എക്സ്പാൻഷൻ, ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതാകാം. അക്വിസിഷൻ, പുതിയ ഏതെങ്കിലും ബിസിനസ്സിനെ അക്വയർ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ അവിടുത്തെ മെഷീനറി, അവിടുത്തെ അസറ്റ്സിനെ അക്വയർ ചെയ്യുന്നതാകാം. മോഡേണൈസേഷൻ, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ മോഡേണൈസ് ആക്കുക എന്നുള്ളതാണ്. ഇത് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ലോങ് ടേം അസറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഒരു പെർട്ടിക്കുലർ ഒരു മോട്ടോർ വാൻ ഉണ്ട്, അതിന് 10 ഇയർ ആണ് അതിൻ്റെ ഒരു വാലിഡിറ്റി, അല്ലെങ്കിൽ 10 ഇയർ ആണ് അതിൻ്റെ ഒരു യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. ആ 10 ഇയർ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ റീപ്ലേസ് ചെയ്യണം. അതും ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇപ്പോൾ വാട്ട് ആർ ദി റീസൺസ് ബിഹൈൻഡ്, അല്ലെങ്കിൽ എന്തൊക്കെ ഡിസിഷൻസ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്തിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ജനറലി ഇൻക്ലൂഡ് കണ്ടോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അക്വിസിഷൻ മോഡേണൈസേഷൻ ആൻഡ് റീപ്ലേസ്മെന്റ് ഓഫ് ദ ലോങ് ടേം അസറ്റ്സ്. ദ സെയിൽ ഓഫ് എ ഡിവിഷൻ ഓർ ബിസിനസ് ഈസ് ഓൾസോ ആൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇനി തിരിച്ച് വിൽക്കുന്നത്, ഇതിപ്പോൾ കൂടുതലും നമ്മൾ വാങ്ങിക്കുന്നതാണ്, ബിസിനസ് 90% നമ്മൾ വാങ്ങിക്കുന്നത് തന്നെയാണ്. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ വേറൊരു ആംഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ എ പാർട്ട് ഓഫ് ബിസിനസ്സിനെ നമ്മൾ വിൽക്കുകയാണ്. അതിനെ നമ്മൾ എന്തെന്ന് ടേം ചെയ്യുന്നു, ഡൈവെസ്റ്റ്മെന്റ് അല്ലാതെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. അത് ചെറിയൊരു എറർ വന്നതാണ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നത്. ഓക്കെ, നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ വിൽക്കുന്നതും തന്നെയാണ്. പക്ഷെ കൂടുതലും ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ സ്കോപ്പ് കിടക്കുന്നത് പർച്ചേസ് ഓഫ് ലോങ് ടേം അസറ്റ്സ് ആണ്. അതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ കോർ പോയിന്റ്സ് എന്ന് പറയുന്നത് കണ്ടോ, ടു ഇൻവെസ്റ്റ് ഇറ്റ്സ് കറണ്ട് ഫണ്ട്സ്. കറണ്ട് എന്ന വേറെ ടേം ഉപയോഗിച്ചുകൊണ്ട് അത് അവിടെ എന്താണ്, അത് അങ്ങനെയല്ല, ഇപ്പോൾ ഉള്ള ഫണ്ട് വെച്ചിട്ടാണ്. നമ്മളതിപ്പോൾ ലോൺ എടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ബോറോഡ് ഫണ്ടായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. നമ്മുടെ കറണ്ട് ഫണ്ടിനെ വി ആർ ഇൻവെസ്റ്റിംഗ് ഇറ്റ് ഇൻ ലോങ് ടേം അസറ്റ്സ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് expected flow of benefits over a series of years. That's very important. Okay, and the reasons അല്ലെങ്കിൽ what are the decisions included in capital budgeting decisions നമ്മൾ already പറഞ്ഞു. Okay, next, features or characteristics of investment decisions. ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൽ നിന്ന് നമ്മൾ സ്ക്യൂസ് ചെയ്ത് നമ്മൾ വളരെ കോർ പോയിന്റ് ഒരു 3 ഏരിയയിലേക്ക് വന്നിരിക്കുന്നു. എക്സ്ചേഞ്ച് ഓഫ് കറണ്ട് ഫണ്ട് ഫോർ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ്. ഇപ്പോഴത്തെ ഫണ്ട് നമ്മൾ ചിലവാക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ്, ഫ്യൂച്ചർ ബെനിഫിറ്റിലേക്ക്, ദാറ്റ് യു നോ. ദെൻ ദ ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ ലോങ് ടേം അസറ്റ്സ്. ലോങ് ടേം അസറ്റ്സിലേക്കാണ് ഈ ഫണ്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദ ഫ്യൂച്ചർ ബെനിഫിറ്റ് വിൽ ഒക്കർ ടു ദ ഫേം ഓവർ എ സീരീസ് ഓഫ് ഇയേഴ്സ്. ഓക്കെ, ഇത് ഒരുപാട് വർഷക്കാലം നമ്മളിപ്പോൾ ലോങ് ടേം അസറ്റ്സ് ആണ്. നിങ്ങൾ കാണുമ്പോൾ ഒരുപോലെ തോന്നുമായിരിക്കും, പക്ഷേ ലോങ് ടേം അസറ്റ്സിൻ്റെ കാര്യങ്ങളാണ്. അത് ബെനിഫിറ്റ്, അതിൻ്റെ ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യുന്നത് ഓവർ എ പീരീഡ് ഓഫ് ഇയേഴ്സ് ആണ്. കറണ്ട് ഫണ്ട് ആണ് എടുത്ത് ചിലവാക്കുന്നത്, ഫ്യൂച്ചറിൽ ഒരു ഫണ്ടല്ല. നമ്മളിപ്പോൾ നമ്മുടെ ഉള്ള കയ്യിലുള്ള ഫണ്ടിനെ ഒരു ക്യാപിറ്റൽ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ ഫ്ലോ ഓഫ് ഫണ്ട്സ് എന്ത് ചെയ്യുന്നു, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആക്കി മാറ്റുന്നത് ഈ റീസൺസ് കൊണ്ടാണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്? ദേ ഇൻഫ്ലുവൻസ് ദ ഫേംസ് ഗ്രോത്ത് ഇൻ ലോങ് റൺ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി തന്നെ എടുക്കുള്ളൂ. ഒരേ ഫീൽഡിലുള്ള 2 ഇൻഡസ്ട്രി എ ആൻഡ് അല്ലെങ്കിൽ കമ്പനി എ ആൻഡ് കമ്പനി ബി എന്നിരിക്കട്ടെ. അപ്പോൾ ഈ കമ്പനി എ എന്ത് ചെയ്യുന്നു, ഇവർക്ക് 2 പേർക്കും ഒരു മെഷീനറി അക്വയർ ചെയ്യണം. ഇവരുടെ സ്കെയിൽ ഓഫ് ബിസിനസ്സും ഇവരുടെ മൊത്തത്തിലുള്ള ഓപ്പറേഷൻസും എല്ലാം സെയിം ടു സെയിം ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇവർ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ഇവരെന്ത് ചെയ്യുന്നു, ഒരു മെഷീനറി വാങ്ങിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇവരുടെ ഏർണിംഗ് കപ്പാസിറ്റി കൂടാൻ, അത് റീപ്ലേസ്മെൻറ്റോ മോഡേണൈസേഷനോ എന്തോ ആയിക്കോട്ടെ, ഇവരൊരു മെഷീനറി വാങ്ങിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ കമ്പനി എ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വളരെ സെൻസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ അവർ വളരെ എന്ത് ചെയ്തു, കറക്റ്റായിട്ടുള്ള ഒരിടത്തു നിന്ന് തന്നെ ആ മെഷീനറി വാങ്ങിച്ചു. അത് വളരെ എഫിഷ്യൻറ്റ് മെഷീനറി ആയിരുന്നു. അതങ്ങനെ. ഇനി നേരെ തിരിച്ച് കമ്പനി ബിയിലേക്ക് വരുമ്പോൾ അവരത്ര ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അവർ പറഞ്ഞു, ഇതിനൊക്കെ എന്താ വലിയ ശ്രദ്ധയായിരിക്കും, നമ്മളൊരു മെഷീനറി അങ്ങ് അക്വയർ ചെയ്യുന്നു. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് അപ്പോഴല്ല, ഇത് പോകെ പോകെ ബിസിനസ്സിൻ്റെ റണ്ണിങ്ങിന് ചിലപ്പോൾ അവരുടെ കമ്പനി ബിയുടെ മെഷീൻസിൻ്റെ കപ്പാസിറ്റി കുറവായിരിക്കും, ലൈഫ് കുറവായിരിക്കും, സർവീസ് പക്കയായിട്ട് കിട്ടത്തില്ല. നിങ്ങൾ ആലോചിച്ചോണം, ഒരു ദിവസം ഷട്ട് ഡൗൺ ആയാൽ പോലും അന്നത്തെ അത്രയും പ്രൊഡക്ഷൻ ലോസാണ്, ലേബർ ലോസാണ്. അങ്ങനെ ഈ ചെറിയ ലോസുകളെല്ലാം കൂടെ ചേർന്ന് അൾട്ടിമേറ്റ്ലി കമ്പയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഗ്രോത്തിനെ അത് ബാധിക്കും, അല്ലെങ്കിൽ ഫേംസിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കും എന്നുള്ളതാണ്. ദേ അഫക്ട് ദ റിസ്ക് ഓഫ് ദ ഫേം. റിസ്ക്, പ്രൊഡക്ഷൻ നടക്കാതിരിക്കുക, അത് എന്ത് ചെയ്യുന്നു, ഫൈനാൻഷ്യൽ ലോസ് സംഭവിക്കുക, ഇതൊക്കെ ഈ റിസ്ക് ബാധിക്കും എന്നുള്ളതാണ്. ദെൻ ദേ ഇൻവോൾവ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട്സ്. അതാണ് അതിൻ്റെ അകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. 1-2 രൂപ മതിയോ ഒരു അസറ്റ് വാങ്ങിക്കാനായിട്ട്?
അല്ലേ? നമുക്ക് ഏറ്റവും നമ്മളൊരു ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് നമ്മളൊരു ഷർട്ട് വാങ്ങിക്കുന്ന ലാഘവത്തിലല്ലല്ലോ നമ്മളൊരു വീട് വാങ്ങിക്കുന്നത്, അല്ലേ? അപ്പം നമുക്കറിയാം ഒരു ഷർട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യൂസ് ഒരു 6 മാസം അല്ലെങ്കിൽ 1 ഇയർ അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 2 ഇയർ ഒക്കെയാണ്. പക്ഷേ ഒരു വീട് വയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇവിടെയും പറയുന്നത് ഇറ്റ്സ് ഇൻവോൾവ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട്സ്. നമ്മൾ ഹ്യൂജ് ഫണ്ട് ഇതിനകത്തിലേക്ക് കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, then they are irreversible or reversible at a substantial loss. സപ്പോസ് വൺസ് നമ്മൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കൂ, ഇതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കമ്പനി ബി, അയ്യോ നമ്മുടെ മെഷീനറി വാങ്ങിച്ചത് നമ്മുടെ അത്ര നല്ല ഡിസിഷൻ ആയില്ല, വി വാണ്ട് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് ന്യൂ വൺ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി മാറ്റിയാൽ തന്നെ അവർക്ക് ഒരു സബ്സ്റ്റാൻഷ്യൽ ലോസോടുകൂടി മാത്രമേ മാറ്റാനായിട്ട് പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു മെഷീനറി വാങ്ങിച്ചു, ഇതിൻ്റെ ട്രാൻസ്പോർട്ട്, ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ, ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ, ഇതിനെടുക്കുന്ന ബാങ്ക് ലോണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര ഒരു പുതിയ മെഷീനറിയാണ് നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്, നമ്മളത് യൂസ് ചെയ്തിട്ട് അത് കൊടുക്കുമ്പോൾ അത് യൂസ്ഡ് മെഷീനറി ആയി, ഇല്ലേ? ആ യൂസ്ഡ് മെഷീനറിക്ക് ആ വിലയിലേ കിട്ടത്തുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് പറയുന്നത്, നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ റിവേഴ്സിബിൾ അല്ല, ഓൾമോസ്റ്റ് റിവേഴ്സിബിൾ അല്ല. ഇനി റിവേഴ്സിബിൾ ആണെങ്കിൽ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് സബ്സ്റ്റാൻഷ്യൽ ലോസ് എന്നാണ് വരുന്നത്. ഓക്കെ, ദേ ആർ, നെക്സ്റ്റ് പറയാണ്, ദേ ആർ എമംഗ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഡിസിഷൻസ് ടു മേക്ക്. അപ്പം ഇത്രയും റീസൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരില്ലേ? അപ്പോൾ അത് തന്നെയാണ് മാനേജ്മെൻറ്റിനും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എടുക്കാനായിട്ട് ഒന്ന് അവരൊന്ന് ആലോചിച്ചിട്ട് വേണം എടുക്കാൻ. ഇതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നോക്കിക്കോളൂ. ഇനി ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണ്. നമ്മൾ നേരത്തെ ഒരിക്കൽ ലൈറ്റായിട്ടൊന്ന് പറഞ്ഞു പോയി, അതിൻ്റെ ഒന്നുകൂടെ ഇതാണ് പറയുന്നത്. ടൈപ്സ് എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് യൂസസ്. ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷനും ഈ 3 എണ്ണം എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ്. ഇത് കോമ്പിറ്റൻസിയെ ബേസ് ചെയ്തുകൊണ്ട്, അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, ഇത് 3ഉം കോമ്പിറ്റൻസിയെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. ആൻഡ് ദീസ് ആർ ദ യൂസേജ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, യൂട്ടിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ നോക്കിക്കോളൂ, ഓൺ ദ ബേസിസ് ഓഫ് യൂട്ടിലിറ്റി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് റീപ്ലേസ്മെന്റ് ആൻഡ് മോഡേണൈസേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഏതിലേക്ക് വരാം? യൂട്ടിലിറ്റി, യൂസ്. എന്തിനാ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്തായിരുന്നു? എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ, എക്സ്പാൻഷൻ ബിസിനസ് എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക, അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ കുറച്ചുകൂടെ ഒന്ന് ലാർജർ ആക്കുന്നു, അവരുടെ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ കൂട്ടുന്നു. സോ വൈ ദേ നീഡഡ് ന്യൂ equipments, machineries or long-term assets. That's known as expansion. Okay. Next, diversification. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഡൈവേഴ്സിഫൈ. ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്, അവർ വേറൊരു പ്രൊഡക്റ്റും കൂടി, ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു പ്രൊഡക്റ്റും കൂടി ചെയ്യുകയാണ്. അപ്പം അങ്ങനത്തെ, അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് ഇരിക്കട്ടെ, അവർ തന്നെ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ഗ്രോസറിയുടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാൽപ്പൊടിയുടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബിസിനസ്, ഈ സോപ്പുമായിട്ട് ഒട്ടും കണക്ഷൻ ഇല്ലാത്ത ഒരു ബിസിനസ്സും കൂടി അവർ ചെയ്യുകയാണ്. അപ്പം ഈ സോപ്പ് ഉണ്ടാക്കുന്നതോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെഷീനറീസ് ഒന്നും പോരാ അവിടെ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ നന്നായിട്ട് എക്സ്പ്ലനേഷനിലേക്ക് വരും. തൽക്കാലം എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓർത്തോളൂ. നെക്സ്റ്റ് ഇസ് റീപ്ലേസ്മെന്റ് ആൻഡ് മോഡേണൈസേഷൻ. അപ്പോൾ റീപ്ലേസ്മെന്റ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? വി വാണ്ട് ടു റീപ്ലേസ് അവർ ലോങ് ടേം അസറ്റ്സ്. അപ്പോൾ അത് എങ്ങനെയാണ്, എന്താണെന്നൊക്കെ ഉള്ള ഡിസിഷൻസ് ആണ്. ദീസ് ടു ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് യൂട്ടിലിറ്റി. ശ്രദ്ധിച്ചോളൂ, യൂട്ടിലിറ്റി. ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് യൂട്ടിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. യൂട്ടിലിറ്റി ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. Then these three are classified according to competency. അപ്പോൾ കോമ്പിറ്റൻസി എന്താണെന്ന് നോക്കാം. On the basis of competency, capital budgeting decisions are classified into
mutually exclusive, contingent, then independent decisions എന്ന് പറയും. Mutually exclusive, contingent, independent. നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യും, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ സോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് രണ്ട് ബേസിസിലാണ്. ഒന്ന് യൂട്ടിലിറ്റി ബേസിസ് ക്ലാസിഫൈഡ് ഇൻറ്റു എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ, ദെൻ റീപ്ലേസ്മെന്റ് ആൻഡ് മോഡേണൈസേഷൻ ഓൺ ദ ബേസ് ഓഫ് കോമ്പിറ്റൻസി, മ്യൂച്വലി എക്സ്ക്ലൂസീവ്, കണ്ടിൻജന്റ്, ഇൻഡിപെൻഡന്റ്. ഓക്കെ, ഇതാണ് ക്ലാസിഫിക്കേഷൻ. ഇത് രണ്ടും രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. ഇവിടെ ഇത് ഇങ്ങനെ കൊടുത്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവിന്റെ രണ്ട് പോർഷൻ അല്ല, ഇത് മൂന്നും ഒരുപോലെയാണ് കേട്ടോ. ഇത് ഓൺ ദ ബേസ് ഓഫ് കോമ്പിറ്റൻസി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ടു, കോമ്പിറ്റൻസി ബേസ് ചെയ്തുകൊണ്ട് 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയോളൂ. എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. എന്നിരുന്നാലും the firm may expand its activities in new business. Expansion of new business requires investment in new products and new kind of production activity within the firm. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പുതിയ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, പുതിയ ലോങ് ടേം അസറ്റ്സോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യണം. ഇഫ് എ പാക്കേജിംഗ്, അവൻ്റെ ഒരു എക്സാമ്പിൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇഫ് എ പാക്കേജിംഗ് മാനുഫാക്ചറിംഗ് കമ്പനി ഇൻവെസ്റ്റ് എ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ടു പ്രൊഡ്യൂസ് ബോൾ ബാരിങ്സ്. കണ്ടോ, അപ്പൊ അവർ ഓൾറെഡി അവരുടെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്, പാക്കേജിംഗ് ആണ്, പാക്കേജിംഗ് മാനുഫാക്ചറിംഗ് ആണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ബിസിനസ് ഡൈവേഴ്സിഫൈങ് ടു പ്രൊഡ്യൂസ് ബോൾ ബാരിങ്സ് ആണ്. ബോൾ ബാരിങ്സ് അറിയാലോ, നമ്മൾ മറ്റേ മോട്ടോർ പാനലിലും അതിലൊക്കെ വരുന്ന ഈ ബോൾ ബാരിങ്സ് which the firm has not manufactured before. ഈ ബോൾ ബാരിങ്സിന്റെ പരിപാടി ഈ ബിസിനസ് മുമ്പ് ചെയ്തിട്ടില്ല. This represents an expansion of new business or unrelated diversification. ഇതിനെ നമ്മൾ പറയുന്നത് അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ഇപ്പൊ നോക്കിക്കോളൂ, ഇവിടെ ഇപ്പൊ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി അവർ തന്നെ ഷവർ ജെല്ലും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പൊ സോ അത് റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. പ്രോഡക്റ്റ് അവിടെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു 90%, 95%ഉം കപ്പാസിറ്റി കൊണ്ട്, അസറ്റ്സ് കൊണ്ട് എന്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും, ഷവർ ജെല്ലും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതേസമയം സോപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി അവരെന്ത് ചെയ്യാണ്, പാൽപ്പൊടി ഉണ്ടാക്കാൻ പോയാലോ, രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്. ഇപ്പൊ ഇവിടെ അതുപോലെ പാക്കേജിംഗ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന കമ്പനി അവർ ബോൾ ബെയറിംഗ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് നീഡ്സ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ലോങ് ടേം അസറ്റ്സ്. Investments in existing or new products may also be called revenue expansion investments എന്നാണ് പറയുന്നത്. പുതിയ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനും, അത് ഡൈവേഴ്സിഫിക്കേഷൻ പോലെ പുതിയ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനും എന്ത് വേണം എന്നാണ് പറയുന്നത്, ഈ അസറ്റ്സ് വേണം. സോ അതിന്റെ സ്കോപ്പിലേക്ക് വരുന്നു എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. നെക്സ്റ്റ്, റീപ്ലേസ്മെന്റ് ആൻഡ് മോഡേണൈസേഷൻ. റീപ്ലേസ്മെന്റ് ആൻഡ് മോഡേണൈസേഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, യൂട്ടിലിറ്റിയെ ബേസ് ചെയ്തിട്ട് ആദ്യം പറഞ്ഞു എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. Here comes replacement and modernization ആണ്. The main objective of modernization and replacement is to improve operating efficiency and reduce cost. ഓക്കെ, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ്. അതാണ് റീപ്ലേസ്മെന്റ്, മോഡേണൈസേഷൻ, റീപ്ലേസ്മെന്റ് എന്നൊക്കെ പറയുന്നത്. അവിടെ പുതുതായിട്ട് പ്രൊഡക്ട്സ് ഒന്നുമില്ല, നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ലൈൻസ് തന്നെയാണ്. പക്ഷെ വി വാണ്ട് ടു മോഡേണൈസ് ഇറ്റ്, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. കണ്ടോ, ഇനി ഇതാണ് കേട്ടോ ഇതിനകത്തുള്ള കോർ പോയിന്റ്, കോസ്റ്റ് സേവിങ്സ്. ഇവിടെ ഇതിന്റെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത് കോസ്റ്റ് സേവിങ്സ് ആണ്. വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്സ് ബട്ട് ദ firm's revenue may remains unchanged. നോക്കണേ, ഫേമിന്റെ റവന്യൂ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കും. ഇപ്പൊ സപ്പോസ് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം ആ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 50 രൂപ എന്നിരിക്കട്ടെ, 50 റുപ്പീസ് ആണെന്നിരിക്കട്ടെ പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്. കഴിഞ്ഞ വർഷം നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 40 ആണ്. സോ നമ്മുടെ പ്രോഫിറ്റ് 10 റുപ്പീസ് ആണ്. സിമ്പിൾ ആണ്. അതേസമയം ഈ വർഷവും നമ്മുടെ റവന്യൂ 50 തന്നെയാണെന്നിരിക്കട്ടെ, ബട്ട് ഇഫ് അവർ കോസ്റ്റ് വിൽ റെഡ്യൂസ് ടു 25, നമ്മുടെ കോസ്റ്റ് 25 ആക്കാണ്. നോക്കിക്കോളൂ, കഴിഞ്ഞ വർഷവും ഈ വർഷവും എന്തില്ല, റവന്യൂ, ദ ഫേംസ് റവന്യൂ റിമൈൻസ് അൺചേഞ്ച്ഡ്. റവന്യൂ അൺചേഞ്ച്ഡ് ആവാതെ നിൽക്കില്ലേ, ബട്ട് ഇഫ് അവർ കോസ്റ്റ് റെഡ്യൂസ് ആയാൽ നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അവർ പ്രോഫിറ്റ് വിൽ ബി ഇൻക്രീസ്ഡ് ടു 25.
ഇതാണ് this is the core in the case of replacement and modernization. Cost savings will be reflected in increased profit, but the firm's revenue remains unchanged. Assets become outdated with technological changes. അസറ്റിന് എന്ത് സംഭവിക്കാം? ടെക്നോളജിക്കലി ഔട്ട്ഡേറ്റഡ് ആവുന്ന അസറ്റ്സ് ഉണ്ടാവാം. The firm must decide to replace those assets with the new assets that operate more economically. അപ്പോൾ പഴയ ഒരു അസറ്റിനെക്കാളും നമ്മൾ പുതിയ അസറ്റ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടി എക്കണോമിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അസറ്റിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ കൺസിഡർ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ്. If a cement company changes from semi-automatic drying equipment to fully automatic drying equipment, it's an example of modernization and replacement. അപ്പോൾ മോഡേണൈസേഷൻ്റെ റീപ്ലേസ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു സിമെന്റ് കമ്പനി സെമി ഓട്ടോമാറ്റിക്കിൽ നിന്ന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാണ്? ഫുള്ളി ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ സെയിലൊന്നും അവിടെ കൂടില്ല. റവന്യൂ വിൽ ബിക്കം സെയിം, ബട്ട് their cost can be reduced. കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറയാം. thereby they can increase their profit. അപ്പോൾ ഇതാണ് replacement and modernization. Upon the base of utility, capital budgeting decisions are classified into expansion and diversification, and then replacement and modernization. So next, here comes on the basis of competing projects. അത് കോമ്പറ്റീഷനെ ബേസ് ചെയ്ത് ആരുടെ കോമ്പറ്റീഷനാണ് ഇവിടെ? നിങ്ങൾ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ റൈവൽസിനെ അല്ല ഉദ്ദേശിക്കുന്നത്. പ്രോജക്ട്സ് തമ്മിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് തമ്മിലുള്ള കോമ്പറ്റീഷനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. വി ആർ കൺസിഡറിങ് എ പ്രൊജക്ട്, വി ആർ കൺസിഡറിങ് എൻ അസറ്റ്. ഒരൊറ്റ അസറ്റ് മതി. വി ആർ ഹാവിങ് 5 ഓപ്ഷൻസ്. 5 ഓപ്ഷൻസ് ഉണ്ടെന്ന് വെച്ചോ. എ, ബി, സി, ഡി, ഇ. വി ആർ ഹാവിങ് 5 ഓപ്ഷൻസ് നൗ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഒരു അസറ്റ് മേടിച്ചാൽ മതി. സപ്പോസ് ഒരു മെഷീനറി വാങ്ങിക്കാൻ പോവാണ്. മെഷീനറി വാങ്ങിക്കാൻ വി ആർ ഹാവിങ് 5 ഓപ്ഷൻസ്. ഒറ്റ മെഷീനറി മതി. വി ആർ ഹാവിങ് 5 ഓപ്ഷൻസ്. ഓപ്ഷൻ ബി സെലക്ട് ചെയ്യുന്നു. ഓപ്ഷൻ ബി, ദ സെലക്ഷൻ ഓഫ് project B or asset B will automatically reject the selection of A, C, D and E. നമ്മൾ എന്ത് ചെയ്യുന്നു? ബി സെലക്ട് ആകുമ്പോൾ ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യുന്നു? എ, ബി, സി, ഡി, ഇ. അപ്പൊ ഇതിനകത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇതിൽ എ വേണോ, ബി വേണോ, സി വേണോ, ഡി വേണോ, ഇ വേണോ എന്നുള്ളതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. അറ്റ് ലാസ്റ്റ് വി സെലക്ടഡ് ഓപ്ഷൻ ബി. അപ്പോൾ ബി സെലക്ട് ആവുമ്പോൾ തന്നെ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി റിജക്ട് ഓപ്ഷൻ എ, സി, ഡി ആൻഡ് ഇ. ദിസ് ഇസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെന്റ്സ്. മനസ്സിലായോ? Mutually exclusive investments serve the same purpose and compete with each other. ഇവർ പരസ്പരം എന്ത് ചെയ്യാണ്? കമ്പീറ്റ് ചെയ്യാണ്. If one investment is undertaken, others will have to be excluded. That's all. A company may, for example, either use a more labor-intensive semi-automatic machine. അതായത് കുറച്ചുകൂടി ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെമി ഓട്ടോമാറ്റിക് മെഷീൻ വേണോ, ഓർ more capital intensive highly automatic machine വേണോ, അതോ സെമി ഓട്ടോമാറ്റിക് മെഷീൻ വേണോ എന്ന് ഡിസൈഡ് ചെയ്തിട്ട് ചൂസിങ് ദി സെമി ഓട്ടോമാറ്റിക് മെഷീൻ. ഇപ്പം നമ്മൾ വിചാരിക്കുന്നു സെമി ഓട്ടോമാറ്റിക് മതി എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി റിജക്ട് ദ സ്റ്റാൻസസ് ഓഫ് ഹൈലി ഓട്ടോമാറ്റിക് മെഷീൻ. കണ്ടോ? ചൂസിങ് ദി സെമി ഓട്ടോമാറ്റിക് മെഷീൻ precludes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. precludes the acceptance of the highly automatic machine. This is the decision അല്ലെങ്കിൽ regarding mutually exclusive investment എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് is independent investments. independent investments ആണ്. independent investments എന്ന് പറയുമ്പോൾ പരസ്പരം അത് കോമ്പീറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ അത് ക്യാപിറ്റൽ റാഷനിങ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. നമുക്കത് വരും. സപ്പോസ് ഹിയർ ആർ വി ഹാവ് 2 ഓപ്ഷൻസ്, ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി.
നമ്മളൊരു അസറ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ ബിസിനസ്സിന് എയിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ എ സെലക്ട് ചെയ്യാം, ബിയും സെലക്ട് ചെയ്യാം, ഒരു ഓപ്ഷൻ. ഇനി ഓപ്ഷൻ എ സെലക്ട് ചെയ്യുന്നില്ല, ഓപ്ഷൻ ബി സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഓപ്ഷൻ എയും സെലക്ട് ചെയ്യുന്നില്ല, ഓപ്ഷൻ ബിയും സെലക്ട് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ഓപ്ഷനും ആകാം. അപ്പോൾ ഇവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ഇല്ല. അതാണ് ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. എ ഇൻഡിപെൻഡന്റ് ആണ്, ബി ഇൻഡിപെൻഡന്റ് ആണ്. ബിസിനസ്സിന് വേണമെങ്കിൽ രണ്ടും കൺസിഡർ ചെയ്യാം, രണ്ടും കൺസിഡർ ചെയ്യാതിരിക്കാം, ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യാം, ഒന്നിനെ അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ്സിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കിയാലോ. ഇൻവെസ്റ്റ്മെന്റ് സെർവ് ഡിഫറെന്റ് പർപ്പസസ് ആൻഡ് ഡു നോട്ട് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. ഇവർ രണ്ടുപേരും ഒരേ പ്രോജക്റ്റ് അല്ല, ഇവരുടേതായ രണ്ടുപേരും ആ യൂട്ടിലിറ്റി തരുന്നുണ്ട് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എ ഹെവി എഞ്ചിനീയറിംഗ് കമ്പനി may be considering the expansion of its plant capacity to manufacture additional excavators. എന്ത് ചെയ്യുന്നു? അവർ മാനുഫാക്ചറിങ് additional excavators മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നു. And the addition of new production facilities to manufacture a new product, light commercial vehicles. എന്ത് ചെയ്യുന്നു? ന്യൂ പ്രോഡക്റ്റ് എന്താണ്? ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്. അപ്പോൾ അവർക്ക് രണ്ടും സെലക്ട് ചെയ്യാം അല്ലേ? ഇതൊക്കെ ഇങ്ങനെ വലിയ വലിയ സംഭവം, എക്സ്കവേറ്റേഴ്സ് എന്നൊക്കെ, ഇതൊക്കെ പ്രോഡക്റ്റ് ആട്ടോ, അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ എക്സ്കവേറ്റേഴ്സിനോടൊപ്പം കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും ഉണ്ടാക്കുക. ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആദ്യത്തത് എക്സ്കവേറ്റേഴ്സ് മാത്രം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത് സെലക്ട് ചെയ്യാം. സോ ആൻസർ, ഡിപ്പെൻഡിങ് ഓൺ ദെയർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് the company can undertake both investment. കമ്പനിയുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ രണ്ടും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനിക്ക് ഏറ്റവും ആപ്റ്റ് ആണെന്ന് തോന്നുന്ന ഒരെണ്ണം സെലക്ട് ചെയ്യാം. അത് എ ആകാം, ബി ആകാം, ബട്ട് ഇറ്റ് മേ ബി. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റ്മെന്റ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് കണ്ടിൻജന്റ് ഇൻവെസ്റ്റ്മെന്റ്. കണ്ടിൻജന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കിക്കോളൂ. കണ്ടിൻജന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇത് ഓപ്ഷൻ എ ഉണ്ട്, അവിടെ ഓപ്ഷൻ ബി എന്ന് പറയുന്ന ഇതൊരു ഷോർട്ട് പ്ലാൻ, ഇതൊരു കുഞ്ഞു പ്ലാൻ. അതിപ്പം എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് യു ഗോ ഫോർ ഓപ്ഷൻ എ, നമ്മൾ ഈ എ എന്നൊക്കെ പറഞ്ഞു അസറ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്നാണ് കേട്ടോ. നമ്മൾ എ എന്ന് പറയുന്ന പ്രോജക്റ്റ് നമ്മൾ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ബി എം കൂടെ സെലക്ട് ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ സോ ഈ എയുടെ ഒരു സബ്സിഡറി പ്ലാൻ പോലെയാണ് ബി. അപ്പൊ എ ഉണ്ടെങ്കിൽ, എ എടുക്കുന്നെങ്കിൽ ബിയും കൂടി ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു മെഷീനറി നമ്മൾ എന്ത് ചെയ്യാണ്, വാങ്ങിക്കുന്നു. അപ്പൊ അതിന്റെ കൂടെ ഒരു സബ്ബാർഡിനറി മെഷീനറിയും കൂടെ വരും. അതും കൂടെ ഈ മെയിൻ മെഷീനറി വാങ്ങിക്കുമ്പോൾ അതും കൂടെ വാങ്ങിച്ചാലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. ദാറ്റ്സ് കണ്ടിൻജന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയാം. നോക്കാം. കണ്ടിൻജന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ഡിപ്പെൻഡന്റ് പ്രോജക്ട്സ്. ഇത് ഡിപ്പെൻഡന്റ് പ്രോജക്ട്സ് ആണ്. പക്ഷെ എന്ന് പറഞ്ഞ് കോമ്പീറ്റ് ചെയ്യുന്നില്ല, പരസ്പരം മ്യൂച്വലി കോമ്പീറ്റ് ഒന്നുമില്ല. The choice of one investment, അതാണ് അവിടെ ഒരു ചെറിയൊരു കണ്ടോ, choice of one investment necessitates undertaking one or more other investments. ഒന്ന് എടുത്താൽ മറ്റതും കൂടി എടുത്തേ പറ്റുള്ളൂ. മനസ്സിലായോ? For example, if a company decide to build a factory in a remote backward area, ഒരു ഫാക്ടറി പണിയാനായിട്ട് പോവാണ്, it may have to invest in houses, roads, hospitals, schools, etc. for the employees to attract the workforce. അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ എന്ത് ചെയ്യുന്നു, വർക്ക് ഫോഴ്സിനെ കിട്ടണമെങ്കിൽ ഇവരവിടെ സ്കൂള് എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റൽസ്, റോഡ്സ് ഒക്കെ അവിടെ വീടൊക്കെ പണിഞ്ഞു കൊടുത്താലേ വർക്ക് ഫോഴ്സിനെ കിട്ടുള്ളൂ. അത് മാൻഡേറ്ററി ആണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഇതിന്റെ കൂടെ പോകുന്ന ഒരു കണ്ടിൻജന്റ് പ്ലാൻ ആണ്. Thus, the building of factory also requires investment in facilities for employees. അപ്പോൾ ഒരു എന്ത് ചെയ്യുന്നു, ഒരു ഫാക്ടറി പണിയുമ്പോൾ അവിടെ ഫാക്ടറി എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പണിയുന്നതാണ് എന്തെന്ന് പറയുന്നത്, കണ്ടിൻജന്റ് പ്ലാൻസ് എന്ന് പറയുന്നത്. The total expenditure will be treated as one single investment. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എ ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ബിയും കൂടെ വേണം എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ആൻഡ് ബി ഇസ് ട്രീറ്റഡ് ആസ് വൺ സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ്. അത് അങ്ങനെ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് കണ്ടിൻജന്റ് ഇൻവെസ്റ്റ്മെന്റ്. ഓൺ ദ ബേസ് ഓഫ് കോമ്പിറ്റൻസി, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു, വേണമെങ്കിൽ അതൊന്നുകൂടെ നോക്കാം. On the basis of utility, expansion and diversification, replacement and modernization. On the basis of competency, mutually exclusive, contingent and independent. ഇത്രയാണ് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് ഇസ് ഇൻവെസ്റ്റ്മെന്റ്
ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരുപാട് ഷോർട്ട് ടേംസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ IEC ഇൻവെസ്റ്റ്മെന്റ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ വേണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. IEC ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ വേറെ IECയുടെ വേറെയും പല കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷേ ഒരു കൊമേഴ്സ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് IEC എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്നാണ് കേട്ടോ. സോ IEC എന്തൊക്കെയാണ് പറയുന്നത്? എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്. എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇവാലുവേഷൻ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ക്രൈറ്റീരിയ, എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്, വാട്ട് ആർ ദ യാർഡ് സ്റ്റിക്ക്, അതിൻ്റെ അളവുകോൽ എന്തൊക്കെയാണെന്നുള്ളതാണ്. നോക്കിക്കോളൂ, എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്. ആദ്യം എന്ത് ചെയ്യുക? ക്യാഷ് ഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്യുക. ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് there are two types of cash flows. As you know, ക്യാഷ് എങ്ങോട്ടേക്കൊക്കെയാണ് ഫ്ലോ ചെയ്യുന്നത്? നമ്മൾ അസറ്റ് വാങ്ങിക്കാനായിട്ട് ക്യാഷ് അങ്ങോട്ട്, ക്യാഷ് ഔട്ട് ഫ്ലോ, ദെൻ ആ അസറ്റ് യൂസ് ചെയ്ത് നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് വരും. സോ സിംപ്ലി പറഞ്ഞാൽ എക്സ്പെൻസ് ആൻഡ് ഇൻകം നമ്മൾ ഫോർമലൈസ് ചെയ്ത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ലാംഗ്വേജിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ക്യാഷ് ഔട്ട് ഫ്ലോ. നമ്മൾ ചിലവാക്കുന്നതിനെ, എക്സ്പെൻസിനെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയുന്നു, ഇൻഫ്ലോ വരുന്നു. We have to analyze the cash flows. Cash flows എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യുന്നുള്ളതൊക്കെ നമ്മൾ വരുന്ന ഇതിൽ പറയും. എസ്റ്റിമേഷൻ ഓഫ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. എന്താണ് അവിടെ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു, എക്സ്പെക്ടേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. നമ്മളിപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ഷെയർ ഹോൾഡേഴ്സ് തരുന്നു, ബാങ്ക് നമുക്ക് ലോൺ തരുന്നു, ഡിബഞ്ചേഴ്സ് തരുന്നു, പബ്ലിക് ഫണ്ട്സ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇവരൊക്കെ ചുമ്മാ കൊണ്ട് തരുന്നതാണോ? അല്ല. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ആ ഫണ്ടിന്റെ സേഫ്റ്റി, ആ ഫണ്ട് ലിക്വിഡിറ്റി, അവരെ ആ ഫണ്ടിൽ നിന്നുള്ള റിട്ടേൺസ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ റെക്കോർഡ് ചെയ്തു. അതാണ് ഇവിടെയും റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഫോർ എക്സാമ്പിൾ 10%, 20%, 30% ഡിപ്പെൻസ്. അതിപ്പോൾ നമ്മൾ എത്രയാണ് അതിൽ നിന്നുള്ള റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടേണ്ടത് എന്ന് നോക്കുക. ആപ്ലിക്കേഷൻ ഓഫ് ഡിസിഷൻ റൂൾ ഫോർ മേക്കിംഗ് ദ ചോയ്സ്. കണ്ടോ, ഇതാണ് മെയിൻ ഡിസിഷൻ റൂൾ. ഇതാണ് നമ്മളിനി മെയിൻ ആയിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയിലേക്ക് പോകുന്നത്. ഡിസിഷൻ റൂളാണ്, ഡിസിഷൻ റൂൾസ് ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ആണ്. ആ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ്, അത് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ്. സോ ഇൻവെസ്റ്റ്മെന്റ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഇസ് ദെയർ. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ റൂൾ. ഓക്കെ, നോക്കിയേ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ റൂൾസ് മേ ബി റെഫർഡ് ടു ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ. വൺസ് അഗെയിൻ അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒന്നുകൂടെ മെൻഷൻ ചെയ്തതാണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ റൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സിനെ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നോ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ എന്നോ പറയും. Okay, a sound appraisal technique should be used to measure the economic worth of an investment project. കണ്ടോ, a sound appraisal technique. നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ സപ്പോസ് വി ആർ ഹാവിംഗ് 5 ഓപ്ഷൻസ്, 5 ഓപ്ഷൻ ആണെന്നിരിക്കട്ടെ. ഓക്കെ, 5 ഓപ്ഷൻ ആണെന്നിരിക്കട്ടെ. ഈ 5 ഓപ്ഷനെയും നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. മനസ്സിലായോ? വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 100% നമ്മൾ അനലൈസ് ചെയ്താൽ മാത്രമേ, അതിൻ്റെ എല്ലാ സാധ്യതകളും അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ 5 എണ്ണത്തിൻ്റെയും എന്ത് ചെയ്യുള്ളൂ, നമുക്കത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിടികിട്ടിയോ? സോ സൗണ്ട് അപ്രൈസൽ ടെക്നിക് ഷുഡ് ബി യൂസ് ടു മെഷർ ദ എക്കണോമിക് വർത്ത്. നമ്മൾ എന്ത് ആണ് നോക്കുന്നത്? എക്കണോമിക് വർത്ത് ആണ് നോക്കുന്നത്. ആ എക്കണോമിക് of an investment project. The essential property of sound technique is that it should maximize the shareholders wealth. Again കണ്ടോ, shareholders wealth. നമ്മൾ തുടക്കം മുതൽ ഒത്തിരി തവണ കേൾക്കുന്ന ഒരു പാട്ടാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്?
increase the shareholders wealth, increase the market value of the firm എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ തുടക്കം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയും ഒരു വ്യത്യാസവുമില്ല. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ വിൽ ഓൾസോ എങ്ങനെയുള്ളതായിരിക്കണം? ദ എസെൻഷ്യൽ പ്രോപ്പർട്ടി ഓഫ് സൗണ്ട് ടെക്നിക്. ഒരു സൗണ്ട് ടെക്നിക്കിന്റെ എസെൻഷ്യൽ പ്രോപ്പർട്ടി, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കണം? ദാറ്റ് ടെക്നിക്, ആ ടെക്നിക്കിലൂടെ യൂസ് ചെയ്യുന്ന, ആ ടെക്നിക്കിലൂടെ സെലക്ട് ആവുന്ന പ്രോജക്റ്റ് മാക്സിമൈസ് ദ ഷെയർഹോൾഡേഴ്സിന്റെ വെൽത്തിനെ കൂട്ടണം. ഷെയർഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിന്റെ വില കൂടിയാൽ മാത്രമേ ഷെയർഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂടുള്ളൂ. ഓക്കെ, ദെൻ കണ്ടിന്യൂ ചെയ്യാണ്. ഇറ്റ് ഷുഡ് കൺസിഡർ all cash flows. എല്ലാ ക്യാഷ് ഫ്ലോസിനെയും കൺസിഡർ ചെയ്യുന്നതായിരിക്കണം. ഇൻവെസ്റ്റ്മെന്റ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആണ് പറയുന്നത്. എല്ലാ ക്യാഷ് ഫ്ലോസിനെയും കൺസിഡർ ചെയ്യണം. ഡിറ്റർമിൻ ദ ട്രൂ പ്രോഫിറ്റബിലിറ്റി. എന്ത് ചെയ്യണം? ട്രൂ പ്രോഫിറ്റബിലിറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്ന കാണിച്ചു തരുന്നതായിരിക്കണം. അപ്പൊ ക്യാഷ് ഫ്ലോസും പ്രോഫിറ്റബിലിറ്റി, അപ്പൊ ഇതെല്ലാം ഒന്നല്ലേ? പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നതല്ലേ ക്യാഷ് ഫ്ലോ? അല്ല, ഇതൊക്കെ നമ്മൾ ഓരോരോ ടെക്നിക്ക് നമ്മൾ ഇൻ ഡെപ്തിൽ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്യാഷ് ഫ്ലോയും പ്രോഫിറ്റബിലിറ്റി ഒക്കെ എന്താ ഉദ്ദേശിക്കുന്നത് കേട്ടോ. It should provide for an objective and unambiguous way of separating good projects from bad projects. അപ്പോൾ നമുക്ക് വേണം എന്നുള്ള, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഗുഡ് പ്രോജക്ട്സും ഉണ്ടാവാം, ബാഡ് പ്രോജക്ട്സും ഉണ്ടാവാം. അതിൽ നിന്ന് അൺഅംബീജിയസ് ആയിട്ട്, അതൊരു ടേം ആണ് കേട്ടോ, അൺഅംബീജിയസ്. അംബീജിയസ് എന്ന് പറഞ്ഞാൽ നോട്ട് ക്ലിയർ എന്നാണ്, അതൊരു നെഗറ്റീവ് ടേം ആണ്. അംബീജിയസ് മീൻസ് നോട്ട് ക്ലിയർ എന്നാണ്. അൺഅംബീജിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ എന്നാണ്. ഓക്കെ, പോസിറ്റീവ് ആണ്. അൺഅംബീജിയസ് വേ, അവിടെ ഒരു കൺഫ്യൂഷനും ഉള്ള റൂമില്ല. ഓക്കെ, നമ്മൾ ആ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്ന പ്രോജക്റ്റ് ഇറ്റ് ഇസ് 100% നമുക്ക് ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ഡിസിഷൻ ആണ്. അങ്ങനെ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ഹെൽപ്പ് ദ റാങ്കിങ് ഓഫ് പ്രോജക്ട്സ് അക്കോർഡിംഗ് ടു ദെയർ ട്രൂ പ്രോഫിറ്റബിലിറ്റി. അവരുടെ ട്രൂ പ്രോഫിറ്റബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നോക്കാതെ ആ ഡിസിഷൻ വരാനായിട്ട്. ഓക്കെ, സോ ഇമ്പോർട്ടൻസ് ഓഫ് സൗണ്ട് ഇവാലുവേഷൻ ടെക്നിക്സ് ആണ്. അപ്പോൾ പറഞ്ഞു, നോക്കിക്കോളാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന പോയിന്റ് ഒക്കെ ഒന്ന് ബോൾഡ് ആക്കിയിട്ടുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ എന്നാണ് പറയുന്നത്. ഒരു സൗണ്ട് എപ്പോഴും മാത്രമാണ് ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻ ആണെങ്കിലും അത് ഷെയർ ഹോൾഡേഴ്സ് വെൽത്തിനെ ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കണം. ദെൻ ഹിയർ എല്ലാ ക്യാഷ് ഫ്ലോസിനെയും പ്രോഫിറ്റബിലിറ്റിയും അനലൈസ് ചെയ്യുന്നതായിരിക്കണം. എന്താണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റണം. ദർ ഈസ് നോ സ്കോപ്പ് ഫോർ കൺഫ്യൂഷൻ. ഇറ്റ് ഷുഡ് ബി എന്ത് ചെയ്യുന്നു, ട്രൂ പ്രോഫിറ്റബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടും കൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് റെക്കഗ്നൈസ്, ഇമ്പോർട്ടൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇറ്റ് ഷുഡ് റെക്കഗ്നൈസ് ദ ഫാക്ട് ദാറ്റ് bigger cash flows are preferable to smaller ones and early cash flows are preferable to later ones. വളരെ സിമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ്. എന്ത് ചെയ്യുന്നു, നമുക്ക് ഇൻഫ്ലോസ് ആണ് കേട്ടോ. ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ ബിഗർ ക്യാഷ് ഇൻഫ്ലോസ് ആണ്. ഔട്ട്ഫ്ലോസ് എപ്പോഴും ബിഗർ ആവണമെന്നും പറയില്ല. നമ്മൾ എന്തായിരുന്നാലും വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് ബിഗർ ക്യാഷ് ഫ്ലോസിനെ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ, ആൻഡ് നോട്ട് ദ smaller ones. കണ്ടോ, bigger cash flows are preferable than smaller ones and early cash flows എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു 2 വർഷം കൊണ്ട് തിരികെ കിട്ടുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 1 lakh rupees 10,000 മതി, 10,000 rupees മുടക്കുകയാണെന്ന് വെച്ചോളൂ. അത് ഒരു പ്രോജക്റ്റ് എ എന്ന് പറയുന്നത് 5,000 വെച്ച് 2 yearsൽ നമുക്ക് കിട്ടുന്നു. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 2,500 വെച്ച് 4 വർഷം കൊണ്ട് കിട്ടുന്നു. വിച്ച് വൺ ഈസ് ഗുഡ്? സിമ്പിൾ ആയിട്ട് ഇതൊരു മെത്തേഡും കൂടെയാണ്, ഒരു ടെക്നിക്കും കൂടെയാണ്. അപ്പോൾ അതിലേക്ക് എത്തുമ്പോഴത്തേക്കും പറയാം. ഇതിൽ വിച്ച് വൺ ഈസ് ബെറ്റർ? എയുടെ പ്രത്യേകത എന്താണ്? ഏർലി ആയിട്ട് നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു വരുന്നു. അപ്പോൾ അതാണ് പറയുന്നത്. ആൻഡ് ഏർലി ക്യാഷ് ഫ്ലോസ് ആർ പ്രിഫറബിൾ. ഏർലി ക്യാഷ് ഫ്ലോസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഷുഡ് ഹെൽപ്പ് ടു ചൂസ് among the exclusive projects that project which maximize the shareholders wealth. ഇപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്സ് നമ്മൾ പറഞ്ഞു, പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്ന പ്രൊജക്ട്സ് വരുമ്പോഴാണ് ഈ ഡിസിഷന്റെ സ്കോപ്പ് ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അത് ചെയ്യുമ്പോൾ അത് എങ്ങനെയുള്ളതായിരിക്കണം? ഷെയർ ഹോൾഡേഴ്സ് വെൽത്തിനെ ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ ക്രൈറ്റീരിയൻ ദാറ്റ് അപ്ലൈസ് ടു എനി
കൺസീവബിൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് അതേഴ്സ്. പിന്നെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ടെക്നിക്കലായിട്ട് നിൽക്കുന്ന കേട്ടോ. ഒരു ടെക്നിക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് വളരെ ക്ലിയർ ആയിരിക്കണം. എല്ലാത്തിനും അപ്ലൈസ് ടു എനി കൺസീവബിൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ്. ഏതൊരു കൺസീവബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റിനും ഈ സംഭവം എന്തായിരിക്കണം? ആപ്ലിക്കബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ.